ഈ ഒരു കിരീടത്തിൽ രത്നമുണ്ട്, മരതകമുണ്ട്, പവിഴമുണ്ട്, വജ്രമുണ്ട്. ഇത് കാണുമ്പോഴേ അറിയാം കോടിക്കണക്കിന് രൂപ വില വരും അല്ലേ ഇന്നത്തെ കാലത്ത്. അപ്പോൾ ഇതൊന്ന് കാണാൻ അവസരം കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും കാണാൻ ശ്രമിക്കും. അപ്പോൾ കാണാൻ വേണ്ടി നമ്മൾ ഒരുപാട് ദൂരെയൊന്നും പോകണ്ട. നേരെ ഞങ്ങൾ കൊല്ലത്തുനിന്ന് വണ്ടിയെടുത്ത് എവിടെ എത്തിച്ചേർന്നു? ഹിൽ പാലസിൽ എത്തിച്ചേർന്നു. ഹിൽ പാലസ് എന്ന് കേൾക്കുമ്പോഴേ അറിയാം തൃപ്പൂണിത്തുറയാണ്, കൊച്ചിയാണ്, ഒരുപാട് സിനിമകളുടെ ലൊക്കേഷൻ വന്നിട്ടുള്ളതാണ്. വളരെ ഫേമസ് ആയിട്ടുള്ള മണിച്ചിത്രത്താഴിലും കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ടിക്കറ്റൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കൊച്ചി രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് പ്രവേശിക്കാം. തൃപ്പൂണിത്തുറയിലാണ് ഏറ്റവും മുകളിലായിട്ട് ഒരു കുന്നിൻ്റെ മുകളിലായിട്ടാണ് കൊട്ടാരം അവർ ഒരുക്കിയിരിക്കുന്നത്. താഴെ നിന്ന് പടവുകളുണ്ട് കൊട്ടാരത്തിൻ്റെ മുകളിലേക്ക് എത്താനായിട്ട്. പടികൾ മാത്രമല്ല, കൊട്ടാരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും വാഹനങ്ങൾ എത്തിക്കാനുള്ള എസ് ആകൃതിയിലുള്ള റോഡുകളും കൊട്ടാരത്തെ ചുറ്റി നമുക്ക് പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ ഇടയിലൂടെയാണ് ഓരോ പടികളും കടന്ന് മുകളിലേക്ക് പോകുന്നത്. കൊട്ടാരത്തിൻ്റെ മുകളിലായി രാജവംശത്തിൻ്റെ എംബ്ലം ആലേഖനം ചെയ്തിട്ടുണ്ട്. ധാരാളം ജലാശയങ്ങൾ കൊട്ടാരത്തിൽ കാണാൻ സാധിക്കും. അത് ഈ കുന്നിന് മുകളിലുള്ള മഴയത്ത് പെയ്യുന്ന എല്ലാ ജലങ്ങളും കറക്റ്റായിട്ട് ജലാശയത്തിൽ വീഴുന്ന രീതിയിലാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു ഇറ്റാലിയൻ മാതൃകയിലുള്ള പൂന്തോട്ടമാണ് നമുക്ക് ഹിൽ പാലസിൽ കാണാനായിട്ട് കഴിയുന്നത്. ധാരാളം ശില്പങ്ങളും അതിനോട് ചേർന്ന് നിർമ്മിച്ചിട്ടുണ്ട്. ഇത് പഴയ സെക്യൂരിറ്റി ക്യാബിനാണ്. അതിപ്പോൾ ഒരു ശില്പശാലയാക്കി മാറ്റിയിരിക്കുന്നു. വളരെ ബൃഹത്തായ നിർമ്മിതിയാണ് കൊട്ടാരത്തിൻ്റേത്. കാരണം ധാരാളം കുടുംബാംഗങ്ങളുള്ള ഒരു രാജവംശമായിരുന്നു കൊച്ചി രാജവംശം. ഏകദേശം 580ഓളം ആൾക്കാർ താമസിച്ചിരുന്ന ഒരു കൊട്ടാരമാണ് കൊച്ചി രാജവംശം. ബയോ ടോയ്ലറ്റുകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെ അവസ്ഥയൊക്കെ വളരെ ശോചനീയമാണ്. കൊട്ടാരത്തിലെ ആൾക്കാർ നടക്കാൻ വേണ്ടിയും ഒക്കെ നിർമ്മിച്ചിരിക്കുന്ന നടവഴികൾ ധാരാളമായിട്ട് കൊട്ടാരത്തിൽ കാണാൻ സാധിക്കും. ചെറിയ ഫോറസ്റ്റ് വാക്കവേസും ഒക്കെ കാണാനായിട്ട് സാധിക്കും. അതിനോട് ചേർന്ന് കാണുന്ന ഒരു മാൻ പാർക്കാണിത്. മാനുകളെയൊക്കെ വളരെ അടുത്ത് കാണാമെന്നുള്ളതാണ് പ്രത്യേകത. ഇപ്പോൾ തിരുവനന്തപുരം സൂവിലൊക്കെ നമ്മൾ പോയിട്ടുണ്ടെങ്കിലും മാനുകളെ ഇത്ര അടുത്ത് അവർ വരികയോ അല്ലെങ്കിൽ നമ്മളോട് ഇൻട്രാക്ട് ചെയ്യുകയോ തോന്നിയിട്ടില്ല. ഇവിടെ മാനുകളുടെ എണ്ണം കുറവാണ്, എങ്കിലും വളരെ നിഷ്കളങ്കതയോടുകൂടി അവ നമ്മുടെ അടുത്തേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പ്ലാവിൽ നിന്ന് വീണ പ്ലാവിലയാണ് അവർ കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഞാനും അടുത്ത് കിടന്നൊരു പ്ലാവില എടുത്ത് അതിനെ കൊടുത്തു. അതിന് സന്തോഷമായി. ശ്രീ TM ജേക്കബാണ് ഇതിന് തുടക്കം കുറിച്ചത്. അല്ല, രാജകൊട്ടാരത്തിൻ്റെ സമയത്ത് മാൻപാർക്കില്ലായിരുന്നു. അതിനോട് ചേർന്ന് നിർമ്മിച്ചത് TM ജേക്കബാണ്. ഇതെല്ലാം ഒരു ഫോറസ്റ്റ് വാക്കവേയാണ്. ഈ കാണുന്നതാണ് നമ്മൾ മണിച്ചിത്രത്താഴ് സിനിമയ്ക്കകത്തിൽ പ്രധാനമായിട്ടും കാണുന്ന ഭാഗം. ഇതിനെ അറിയപ്പെടുന്നത് പുത്തൻ മാളിക എന്നാണ്. പുത്തൻ മാളിക ഒരു രണ്ടാമതുള്ള നിർമ്മിതിയാണ്. അതുകൊണ്ടാണ് പുത്തൻ എന്നുള്ള പേര് വന്നത്. ഇതിൻ്റെ ടോപ്പിൽ മാത്രം കോൺക്രീറ്റ് ആണ് ചെയ്തിരിക്കുന്നത്. ഇത് കൊട്ടാരത്തിൻ്റെ അകംഭാഗമാണ്. ഈട്ടിത്തടി കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന സ്റ്റെയറുകളാണ് നമ്മൾ കാണുന്നത്. ഇതാണ് രാജവംശത്തിൻ്റെ എംബ്ലം. അതിലൊരു മുത്തുക്കുട കാണാം, ഒരു ശംഖ് കാണാം, ഒരു നിലവിളക്ക് കാണാം. മുകളിലായിട്ട് ഒരു പല്ലക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇത് രാജാവിൻ്റെ രാജസിംഹാസനമാണ്. അദ്ദേഹത്തിൻ്റെ അനുയായികളോട് സംസാരിക്കാൻ വേണ്ടിയും അദ്ദേഹത്തിൻ്റെ കോർട്ടുകളൊക്കെ കൂടുന്നതും എല്ലാം ഇവിടെ വെച്ചായിരുന്നു. രാജസദസ്സിൽ കാണപ്പെടുന്ന കിരീടമാണിത്. ചുറ്റും ആൾക്കാർ ഇരിക്കാനുള്ള കിരീടവും ഉണ്ട്. ഇതാണ് കേരളത്തിലെ ആദ്യത്തെ ലിഫ്റ്റ്.
തിരുവിതാംകൂറിലുണ്ടെന്ന് പറയുന്നു, പക്ഷേ ഇവിടെ എഴുതി വച്ചിട്ടുണ്ട് കേരളത്തിലെ ആദ്യത്തെ ലിഫ്റ്റ് ഇത് തന്നെയാണ്. ഇത് ഈട്ടിത്തടിയിൽ നിർമ്മിച്ചെടുത്ത ഒരു ആനയുടെ ശില്പമാണ്. രാജാവിൻ്റെ സമയത്ത് അതിൻ്റെ ലിവിങ് റൂം അലങ്കരിക്കാൻ വേണ്ടി ലിവിങ് റൂമിൽ വെച്ചിരുന്നതാണ്. ഇപ്പോൾ അത് ഇവിടേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതൊരു പകുതി രൂപമാണ്. പകുതി ഭാഗം ഒരു ലോക്ക് പോലെ പൂട്ടിയിട്ടിരിക്കുകയാണ്. പകുതി ഫ്രണ്ടിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ മാത്രം നമുക്ക് കാണാൻ സാധിക്കും. ബാക്കിലൊരു പൂട്ട് പോലെയാണ്. ഇതിൽ ഒറിജിനൽ ആനയുടെ ശില്പമാണ്. കൊമ്പാണ് വെച്ചിരിക്കുന്നത്. ഇത് ആൾക്കാരെ ശിക്ഷിച്ചിരുന്ന, കൊടും കുറ്റവാളികളെ ശിക്ഷിച്ചിരുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഇതിനകത്തിലേക്ക് കുറ്റവാളിയെ നിറച്ചതിന് ശേഷം അവർ തുറസായ സ്ഥലത്ത് കെട്ടിത്തൂക്കിയിടും. അവിടുന്ന് പക്ഷികളൊക്കെ ആക്രമിച്ച് പട്ടിണി കിടന്നും അയാൾ മരിക്കും. അതായിരുന്നു പതിവ്.